നമസ്കാരം. പ്രധാന വാർത്തകൾ. റവന്യൂ രേഖകൾ ഇനി ATM കാർഡ് രൂപത്തിലേക്ക്. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ കാർഡ് നൽകുമെന്ന മന്ത്രി കെ രാജൻ. 10 വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ കാർഡ് ഉപയോഗിച്ച് നടത്താനാകുമെന്നും മന്ത്രി. പട്ടാമ്പി മണ്ഡലത്തിലെ തകർന്ന റോഡുകൾ മഴ വിട്ടുനിൽക്കുന്നതോടെ ഗതാഗത യോഗ്യമാക്കുമെന്ന മുഹമ്മദ് മോസിൻ MLA. ടൗൺ നവീകരണവും മഴ വിട്ടുനിന്നാൽ പുനരാരംഭിക്കും. ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് MLA. മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന നിലപാടാണ് മോദി സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മുൻമന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടി. ജനങ്ങൾ ഇത് തിരിച്ചറിയാൻ വൈകിപ്പോകുന്നു എന്നത് ഖേദകരമെന്നും പാലൊളി. തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടി കുളക്കാട്ടുകാർ. കഴിഞ്ഞ ദിവസം വീട്ടമ്മ ഉൾപ്പെടെ 6 പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റു. കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ തെരുവുനായ്ക്കൾ ഭീഷണി. സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിക്കാൻ പോയ 17-കാരനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. സംഭവം വണ്ടൂർ അയനിക്കോട്. പിതാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. തിരുവേഗപ്പുറയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാളുടെ മൃതദേഹം കിട്ടി. 46-കാരനായ തോട്ടത്തിൽ ശിവദാസനാണ്. ഭാരതപ്പുഴയിലെ പേരശന്നൂർ ഭാഗത്ത് നിന്നാണ് മൃതദേഹം. വിശദമായ വാർത്തകൾ നോക്കാം. റവന്യൂ രേഖകൾ ATM കാർഡ് രൂപത്തിൽ നൽകുമെന്ന് മന്ത്രി കെ രാജൻ. ഭൂമി സംബന്ധിച്ച എല്ലാ രേഖകളും QR കോഡ് ഉപയോഗിച്ച് വായിക്കാൻ കഴിയുന്ന വിധത്തിലാണ് കാർഡ് തയ്യാറാക്കുന്നത്. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ കാർഡ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റവന്യൂ വകുപ്പ് നൽകുന്ന കാർഡ് ഉപയോഗിച്ച് 10 വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ ഉൾപ്പെടെ നടത്താനാവും. ഭൂവുടമ കേരളത്തിൽ വരേണ്ട സാഹചര്യം ഇതോടെ ഇല്ലാതാക്കാനാവും. 30 വർഷമായി നടക്കാത്ത റവന്യൂ വനം ജോയിന്റ് വെരിഫിക്കേഷൻ സെപ്റ്റംബർ 30-നകം ആരംഭിക്കും. കഴിഞ്ഞ 3 വർഷമായി കേന്ദ്രം ജോയിന്റ് വെരിഫിക്കേഷന് അനുമതി നൽകുന്നില്ല. ജോയിന്റ് വെരിഫിക്കേഷൻ പൂർത്തിയായ ഭൂമികളുടെ അപേക്ഷകളിൽ സെപ്റ്റംബറിൽ കേന്ദ്രത്തിൽ നിന്ന് അംഗീകാരം നേടാനും കഴിയും. ഷോളയൂർ, കോട്ടത്തറ, അഗളി വില്ലേജുകൾക്ക് പുറമെ അട്ടപ്പാടിയിലെ 3 വില്ലേജുകളിൽ കൂടി ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കും. ഇതോടെ പണത്തിന്റെയും കയ്യൂക്കിന്റെയും ബലത്തിൽ ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കാൻ കഴിയാത്ത സ്ഥിതി വരുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഡിജിറ്റൽ റീസർവേ കഴിഞ്ഞ് റവന്യൂ രേഖകളിൽ 13 പ്രസിദ്ധീകരിച്ച വില്ലേജുകളിൽ കേന്ദ്രീകരിച്ച് കേരളം ATM കാർഡിന്റെ വലുപ്പത്തിൽ ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡ് 2025 നവംബർ മാസം മുതൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു. QR കോഡ് തയ്യാറാക്കി, 10 ഡിജിറ്റൽ നമ്പർ തയ്യാറാക്കി. ആ QR കോഡ് സ്കാൻ ചെയ്താൽ വില്ലേജ് ഓഫീസർ ഒപ്പിട്ട് കൊടുക്കുന്ന അതേ ഗൗരവത്തോടു കൂടിയിട്ടുള്ള ഡോക്യുമെന്റുകൾ നിങ്ങളുടെ ഡിജിറ്റൽ ലോക്കറിലൂടെ ഏതു സ്ഥാപനത്തിനും വായിക്കാനാകും. ബാങ്കിൽ നിങ്ങളുടെ ഭൂമിക്ക് ഒരു ലോൺ തരാനുള്ള പ്രശ്നവുമായി വരുമ്പോൾ നിരവധി പേപ്പറുകൾ ചോദിക്കും. ബാങ്കിലെ മാനേജർമാരെ ഞാൻ കുറ്റം പറയുകയല്ല, അവർക്ക് ഇത്തിരി റിസ്ക് ഉള്ളത് കൊണ്ട് ആദ്യത്തെ രേഖയുമായി ചെല്ലുമ്പോഴാണ് രണ്ടാമത്തെ രേഖ കൂടി വേണം എന്ന് പറയുക. രണ്ടാമത്തെ രേഖയും കൊണ്ട് ചെല്ലുമ്പോഴാണ് പിന്നെ 3-4 രേഖ വേണം എന്ന് പറയുക. 3-4 രേഖ കൊണ്ട് ചെല്ലുമ്പോഴാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ ആധാരം വരെ ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് അതിനിടകൊടുക്കാത്ത വിധത്തിൽ ഒരാളുടെ ഭൂമിയും ഭൂമിയിലെ കെട്ടിടവും അയാളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഒരു ATM കാർഡിന്റെ വലിപ്പത്തിൽ QR കോഡ് തയ്യാറാക്കിയിട്ടുള്ള ഡിജിറ്റൽ കാർഡിലേക്ക് പകർത്തുന്നതിലൂടെ ആ കാർഡ് QR കോഡ് സ്കാൻ ചെയ്താൽ അയാളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും, ഭൂമി നിലമാണോ, പുരയിടമാണോ, എത്ര സെന്റ് ഭൂമിയുണ്ട്, ടാക്സ് അടയ്ക്കുന്നതാണോ, എവിടെയെങ്കിലും ഈ ഭൂമി കൊണ്ടുവച്ചു പണയപ്പെടുത്തിയിട്ടുണ്ടോ, ഇയാളുടെ വരുമാനം എത്രയാണ്, ഇയാളുടെ കെട്ടിടത്തിന്റെ വലിപ്പം എത്രയാണ്, അതിനടയ്ക്കുന്ന വാർഷിക ടാക്സ് എത്രയാണ് ഉൾപ്പെടെ ഒരാളുടെ ഭൂമിയും അതിന്റെ കെട്ടിടവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും റിലീസുമായി ഉൾപ്പെടെ കണക്ട് ചെയ്തുകൊണ്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡിലേക്ക് ഈ കേരളം പോവുകയാണ്. N. ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത, അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ, അലനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ, കോട്ടപ്പാടം പ്രസിഡന്റ് ജസീന ആക്കര, തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് A. ഷൗക്കത്ത്, കൗൺസിലർ K. ബാലകൃഷ്ണൻ, ജില്ലാ കളക്ടർ MS. മാധവിക്കുട്ടി, സബ് കളക്ടർ അഞ്ജിത് സിംഗ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ NK നാരായണൻകുട്ടി, AK അബ്ദുൽ അസീസ് ഭീമനാട്, ഋഷി താലായൻ, സദഖത്തുള്ള പടലത്ത്, M. മനോജ് കുമാർ, ബാലൻ പൊറ്റശ്ശേരി, KV അമീർ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ അട്ടപ്പാടിയിലേതടക്കം 459 പട്ടയങ്ങൾ വിതരണം ചെയ്തു. പട്ടാമ്പി മണ്ഡലത്തിലെ തകർന്ന റോഡുകൾ മഴ വിട്ടുനിൽക്കുന്നതോടെ ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി മുഹമ്മദ് മോസിൻ MLA. മണ്ഡലത്തിലെ റോഡുകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഉദ്യോഗസ്ഥ തല യോഗത്തിനു ശേഷമായിരുന്നു MLA ഇക്കാര്യം അറിയിച്ചത്.
പട്ടാമ്പി മണ്ഡലത്തിലെ റോഡുകളുടെ നവീകരണം, തകർന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തത്. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണം മഴ വിട്ടുനിൽക്കുന്നതോടെ ആരംഭിക്കും. നിലവിൽ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്നതുൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പട്ടാമ്പി മുതുതല റോഡിന്റെ നവീകരണവും ഉടൻ തുടങ്ങും. കൊപ്പം പേങ്ങാട്ടിരി പാതയിലെ റോഡ് തകർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു. മഴ വിട്ടുനിൽക്കുന്നതോടെ മണ്ഡലത്തിലെ റോഡുകളുടെ പ്രവൃത്തികൾ തുടങ്ങുമെന്ന് യോഗത്തിനു ശേഷം MLA പറഞ്ഞു. പട്ടാമ്പി റോഡ് നമുക്കറിയാം, മഴയായതുകൊണ്ട് നമ്മൾ വർക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. അതിപ്പോൾ രണ്ടാമത് തുടങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി കുറച്ച് ദിവസം നമുക്ക് മഴ കിട്ടാതിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മൾ അലക്സ് വരയ്ക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിലും അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം കുഴികൾ അടക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ബാക്കിയുള്ളതും ചെയ്യുന്ന കയ്യേറ്റം ഒഴിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട സ്ഥലം ഇന്നിപ്പോൾ മനോരമയിലടക്കമുള്ള പത്രങ്ങളിൽ അതിന്റെ ഏതെങ്കിലും തരത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്ന ഉടമകൾക്ക് ഇനി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് അറിയിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയാനെങ്കിൽ അവർക്കുള്ള ഒരു അവസരമാണ് സ്ഥലം ഏറ്റെടുപ്പിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട്. അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാൻ കഴിയും. കൊല്ലുവില കൊടുത്ത് ഏറ്റെടുക്കുന്ന നടപടി മുന്നോട്ട് പോവുകയാണ്. മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന നിലപാടുകളാണ് മോദി സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി. വെള്ളിനേഴിയിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പാലോളി. അമേരിക്കൻ സാമ്രാജ്യത്വം കാണിച്ചുകൂട്ടുന്ന പൈശാചികവും ക്രൂരവുമായ പ്രവർത്തനങ്ങൾക്ക് വെള്ളപൂശുന്ന നിലപാടാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചു വരുന്നത്. മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യത്തെ എത്തിക്കുകയാണ്. ഇത് തിരിച്ചറിയാൻ ജനങ്ങൾ വൈകിപ്പോകുന്നു എന്നതാണ് ഖേദകരം. ഇതിനെ ചെറുക്കാൻ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന V. ഗംഗാധരൻ മാസ്റ്ററുടെ നാമധേയത്തിലാണ് വെള്ളിനേഴിയിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഒരുങ്ങുന്നത്. പാലോളി മുഹമ്മദ് കുട്ടി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അമേരിക്കൻ സാമ്രാജ്യത്വം കാട്ടിക്കൂട്ടുന്ന പൈശാചികതയെ മുഴുവനും വെള്ളപൂശാനും അതിന് പിന്തുണ കൊടുക്കാനും ശ്രമിക്കുന്ന ഒരു ശക്തിയായിട്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രത്യേകത. ആ ജനങ്ങളെ ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. മതത്തിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളായാലും ക്രിസ്ത്യാനികളായാലും പാർസികളായാലും ബുദ്ധരായാലും ഏത് വിഭാഗമായിരുന്നാലും ഒരുമിച്ച് സൗഹാർദ്ദത്തോടു കൂടി ജീവിച്ചു പോകുന്ന രാജ്യത്താണ് ഇവിടെ വിള്ളലുണ്ടാക്കി പരസ്പരം ഏറ്റുമുട്ടിച്ച് രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അപകടം പിടിച്ചുള്ള കാലഘട്ടമാണ് ഇന്ന്. അത് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വൈകുന്നു എന്നുള്ളതാണ് ഒരു അപകടം. അത് നല്ലതുപോലെ തിരിച്ചറിഞ്ഞ് ആ തെറ്റ് രാജ്യത്തെ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളത് മനസ്സിലാക്കി ജനങ്ങളെ മുഴുവനും ആ പോക്കിനെതിരായിട്ട് അണിനിരത്തുക എന്നുള്ള ഭാരിച്ച ചുമതല ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിർവഹിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ മറ്റൊരു പാർട്ടിയുമില്ല. മറ്റു പാർട്ടികളൊക്കെ ഉണ്ട്. CPM ഏരിയ സെക്രട്ടറി K. ജയദേവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ മുഖ്യാതിഥിയായി. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം K. സലീക, P. മമ്മിക്കുട്ടി MLA, K. പ്രേംകുമാർ MLA, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K. ശിവകുമാർ, E. ശ്രീധരൻ മാസ്റ്റർ, K. രാമചന്ദ്രൻ മാസ്റ്റർ, P. അരവിന്ദാക്ഷൻ, M. മോഹനൻ, V. പ്രജീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ബ്രാഞ്ച് കമ്മിറ്റികളും സഹകരണ സംഘങ്ങളും കെട്ടിട നിർമ്മാണത്തിലേക്ക് നൽകിയ സംഭാവനകളും ചടങ്ങിൽ ഏറ്റുവാങ്ങി. തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടി കുളക്കാട് മാവിൻചുവട് പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം മാത്രം 6 പേർക്കാണ് ഇവിടെ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടേണ്ട സാഹചര്യമാണ് ഇവിടെയെന്ന് പ്രദേശവാസികൾ. തെരുവുനായകളുടെ ശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് കുളക്കാട് മാവിൻചുവട് ഭാഗത്തുള്ളവർ. ഇതുവഴി നടന്നു പോകുന്നവർക്കും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കുമെല്ലാം ഒരുപോലെ ഭീതി സൃഷ്ടിക്കുകയാണ് തെരുവുനായ്ക്കൾ. കഴിഞ്ഞ ദിവസം 6 പേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. 1 മാസം മുമ്പ് 10ഓളം പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റിരുന്നു. സമീപത്തെ ആൾതാമസമില്ലാത്ത വീടുകളും റോഡ് സൈഡിലെ പൊന്തക്കാടുകളിലും താവളമാക്കിയ തെരുവുനായ്ക്കൾ ആൾപെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടാൽ കൂട്ടമായി എത്തി ആക്രമിക്കുന്നതായാണ് അനുഭവം. നിരവധി തവണ ഇവയെ ആട്ടിയോടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമില്ലാത്ത അവസ്ഥയാണ്. പകരാവൂർ ആശാരിപ്പുരയ്ക്കൽ 53-കാരിയായ രാധ, അഴകപ്പത്ത് ദർശന, എരിഞ്ഞമ്പറ്റ അനീഷ് എന്നിവർക്കും കടമ്പഴിപ്പുറം സ്വദേശി സുബ്രഹ്മണ്യനും കല്ലുവഴി സ്വദേശികളായ 2 പേർക്കുമാണ് കഴിഞ്ഞ ദിവസം കടിയേറ്റത്. കൂടെയുണ്ടായിരുന്നവർ ബഹളം വെച്ച് ആട്ടിയോടിക്കാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതെന്ന് രാധ പറഞ്ഞു. ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ചൊന്ന് നടന്നു പോകുന്നപ്പോൾ പിന്നാലെ ഉണ്ടാതെ വന്നിട്ട് നായ സാരിയുടെ തുമ്പത്ത്
കടിച്ചു. പക്ഷെ ഇവരാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞായിരുന്നു പിന്നീട് നായ വരുന്നുണ്ട് അതിന് വഴി കൊടുക്കുന്നുള്ളത്, ഇല്ലെങ്കിൽ അത് വന്ന് കടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷെ ആ നായ എന്ത് ചെയ്തു, ഞങ്ങളുടെ തിരിഞ്ഞപ്പോ ഞങ്ങളുടെ പിന്നാലെ വന്നിട്ടാണ് കടിക്കുക ചെയ്തത്. അങ്ങനെയാണ് അമ്മ അറിഞ്ഞത്. അതില് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ നായ അങ്ങനെ കടിക്കുകയും ചെയ്തു, സാരിന്ന് വിടുന്നുമില്ല. പിന്നെ അമ്മ ആഞ്ഞ് വലിച്ചതിലാണ് സാരി കീറുകയൊക്കെ ചെയ്തു. പക്ഷെ ആഞ്ഞ് വലിച്ചതിലാണ് സാരി അങ്ങനെ കീറിയത്, നായ പിന്നെ വിടുകയും ചെയ്തത്. ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് നായ അരുത്തുന്നാണ് പോണില്ല. പിന്നെ വടിയും ഇതൊക്കെ എടുത്ത് ആട്ടിയതിലാണ് നായ പിന്നെ പോയത്. കടി ഏറ്റത് അമ്മ അങ്ങനെ അറിഞ്ഞില്ല. പിന്നെ പക്ഷെ എന്തോ മുഖം തട്ടി എന്നുള്ളത് മനസ്സിലായി. പിന്നെ അങ്ങനെ അങ്ങോട്ട് സാരിയില് തുമ്പ് വലിച്ചങ്ങോട്ട് കൊണ്ടുപോയി അതില് ഈ പല്ലിങ്ങോട്ട് തട്ടി. അത് പക്ഷെ നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ അമ്മയ്ക്ക് അത്ര അത് അറിഞ്ഞില്ല. അത് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കാൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. രാവിലെ എണീറ്റാൽ വീട്ടുമുറ്റത്തും പണിസ്ഥലത്തുമെല്ലാം തെരുവ് നായ്ക്കളുടെ കൂട്ടമാണ്. വാഹനമെടുത്ത് പുറത്തിറങ്ങിയാൽ നായ്ക്കൾ പിറകെ കൂടുന്ന സാഹചര്യമാണ്. ഇവയെ ഭയന്ന് പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജീവിച്ചു പോകുന്നതെന്നും നാട്ടുകാർ പറയുന്നു. നല്ല ശല്യം തന്നെയാണ് നായ്ക്കളെ കൊണ്ട്. നിറയെ നായ്ക്കളാണ്. നമുക്ക് ബൈക്കിൽ പോകുമ്പോൾ ബൈക്കിൻ്റെ പിന്നാലെ വരികയാണ് ഓടിയിട്ട്. നമ്മൾ ഇത് ശ്രദ്ധിക്കില്ലല്ലോ, പെട്ടെന്ന് ഇവർ വന്ന് പിന്നാലെ വന്നിട്ട് ഓടിക്കുകയാണ്. നമ്മുടെ പോവാണ് വീഴാനും ഇതിനൊക്കെ ബൈക്ക് കൊണ്ട് വീഴാൻ പോവാണ്. പിന്നെ കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങി നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് രാവിലെ വൈകുന്നേരം നമ്മൾ കൊണ്ടുപോയി ആക്കുകയാണ്, സ്റ്റോപ്പിൽ ആക്കുകയാണ്. എല്ലാ വീട്ടുകാരും ഇപ്പോൾ ഒരു ഇത് അങ്ങനെ ചെയ്യണം. കയ്യിലൊരു വടിയും പിടിച്ചിട്ട് രാവിലെ കഴിക്കുമ്പോൾ തന്നെ വീടിൻ്റെ ഉള്ളിലൊക്കെ വന്ന് കിടക്കും. ആളില്ലാത്ത വീട്ടിലും പണിയെടുക്കുന്ന ഷെഡിലൊക്കെ വന്ന് കിടക്കുക. നമ്മൾ ചെല്ലുമ്പോൾ കുറച്ച് നമ്മുടെ മേലേക്ക് ചാടും. പഞ്ചായത്തിൽ പരാതി കൊടുക്കണം. അവര് ഇതിപ്പോൾ ഇന്നലെ ഈ സംഭവം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ചെയ്യാൻ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരമാണ്. കാരണം കുട്ടികൾ നമ്മളെല്ലാവരും ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് സ്കൂളിൽ പോകാനും ഇതിനൊക്കെ നമുക്ക് ഫുൾ ടൈം ഇവരെ രാവിലെ വൈകുന്നേരം കൊണ്ടുപോയൊക്കെ നടക്കില്ല. പിന്നെ ഇതേപോലെ സ്ത്രീകൾ അവർക്കൊന്നും ഇപ്പോൾ നമ്മളെപ്പോഴും ഇത് കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളിവിടുന്ന് എങ്ങനെ പോയാലും ഒരു 8 മിനിറ്റോളം നടക്കാനുണ്ട് ബസ് ഇറങ്ങിയിട്ട്. നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകാനാണെങ്കിൽ എവിടേക്ക് പോവുകയാണെങ്കിലും കുട്ടികൾ സ്കൂളിൽ പോവുകയാണെങ്കിലും ഒക്കെ ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ഒറ്റയ്ക്ക് വിടാൻ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല വീട്ടിൽ ഇവരങ്ങനെ വിടുമ്പോൾ. ഇതേ നിറയെ ഒരു പരിചയമില്ലാത്ത നായ്ക്കളാണ് ഒക്കെ. നമുക്ക് ഇവിടെ സ്ഥിരം കാണുന്ന നായ്ക്കളല്ല, എവിടെ നിന്നൊക്കെ വന്ന് കൂടിയിട്ടുള്ള കുറേ നായ്ക്കൾ വന്ന് കൂടിയിട്ടുണ്ട്. കുറേ നായ്ക്കൾ നമ്മളൊന്നും ഇവരെ പരിചയം ഇല്ലാത്ത നായ്ക്കളാണ്. പരിചയമുള്ളതാണെങ്കിൽ നമുക്ക് അറിയണതാണെന്ന് വിചാരിക്കാം. ഇവരെ അതെന്താണെന്ന് അറിയില്ല, കടിക്കണതാണോ. അവരാണ് നമ്മൾ ഇതാകുമ്പോൾ മുരണ്ട് നേർക്ക് വരുന്നത് നമ്മൾ ചെല്ലുമ്പോൾ. ഇപ്പൊക്കെ എന്താ വെച്ചാൽ വടിയെടുത്ത് ആട്ടുമ്പോഴൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇവരൊരു മൈൻഡ് മാറിക്കഴിഞ്ഞാൽ ഇന്നലെ കടിച്ച പോലെയൊക്കെ വെച്ചാൽ അവർ നേർക്ക് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഷെഡിലേക്ക് പണിക്ക് കയറാൻ വേണ്ടിയപ്പോൾ വന്നപ്പോഴാണ് അവിടെ കിടക്കുന്നത് നായ ആട്ടിയപ്പോൾ കുറച്ചും കൂടി വരിക ചെയ്തു, നേർക്ക് വരിക. പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അച്ചടക്ക നടപടിയായി അധ്യാപികയെ സ്ഥലം മാറ്റി. കരിമ്പുഴ കുലുക്കിലിയാട് GLP സ്കൂൾ അധ്യാപിക C സന്ധ്യയെയാണ് സ്ഥലം മാറ്റിയത്. അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തട്ടിപ്പിനിരയായവർ സ്കൂളിലെത്തി നേരത്തെ പ്രതിഷേധിച്ചിരുന്നു. പാതിവിലയ്ക്ക് ഗൃഹോപകരണങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തുക പറ്റിച്ചുവെന്ന സന്ധ്യയ്ക്കെതിരെ ശ്രീകൃഷ്ണപുരം പോലീസിൽ കേസുണ്ട്. സന്ധ്യ പൊതുസമൂഹത്തിൽ വകുപ്പിന് അവമതിപ്പുണ്ടാക്കിയെന്ന പാലക്കാട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നു. കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അള്ളമ്പാടം GLP സ്കൂളിലേക്കാണ് സന്ധ്യയ്ക്ക് സ്ഥലം മാറ്റം. കേസിലെ പ്രധാന പ്രതിയായ കരിമ്പുഴ IRDC ചെയർമാൻ ഉണ്ണികൃഷ്ണന്റെ ഭാര്യയാണ് സന്ധ്യ. ഉണ്ണികൃഷ്ണൻ പലരിൽ നിന്നും പണം വാങ്ങിയത് അധ്യാപികയായ ഭാര്യയുടെ അക്കൗണ്ടിലേക്കായിരുന്നു. ഇവർ ജോലി ചെയ്യുന്ന സ്കൂളിന് മുന്നിൽ തട്ടിപ്പിനിരയായവർ എത്തി പ്രതിഷേധിച്ചിരുന്നു. പ്രധാന അധ്യാപികയ്ക്ക് ഇവരെ സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിക്കാൻ പോയ 17 വയസ്സുകാരനെ ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. തലയിലും പുറത്തും കൈക്കും ഗുരുതര പരിക്ക്. വണ്ടൂർ ഐനിക്കോടാണ് സംഭവം. പിതാവിൻ്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 7:15 പാണ്ടിക്കാട് GHSSലെ +2 വിദ്യാർത്ഥിയും പാണ്ടിക്കാട് പനമ്പറ്റ സ്വദേശിയുമായ അൻഷിദ് സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ പതിവായി ചായ കുടിക്കാൻ പോകാറുള്ള ഐനിക്കോട്ടെ ചായക്കടയിലേക്ക് പോയത്. കടയ്ക്ക് മുന്നിൽ കാർ നിർത്തിയപ്പോൾ ഒരു സംഘം ആളുകൾ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. കല്ലുകൊണ്ടും ജാക്കി ലിവറും ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്ന് അൻഷിദ് പറയുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന അൻഷിദിൻ്റെ സഹോദരനും പരിക്കേറ്റിട്ടുണ്ട്. കാറിൽ കയറി വാതിലടച്ചതോടെ പുറകിലെ ഡിക്കി തുറന്ന് വീണ്ടും മർദ്ദിക്കുകയായിരുന്നു. ആ സമയം ആ വഴി പോയ ബന്ധുക്കൾ ഇത് കണ്ട് രക്ഷപ്പെടുത്തുകയായിരുന്നു. ആദ്യം പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും
പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. തലയിലും പുറത്തും കാലിലും മുറിവുകളുണ്ട്. വലതുകൈ ഒടിഞ്ഞിട്ടുണ്ട്. പുറത്ത് നീളത്തിൽ മുറിവേൽപ്പിച്ച പാടുകളുണ്ട്. മർദ്ദിച്ച സംഘത്തിൽ ഒരാൾ 10ാം ക്ലാസ്സിൽ അൻഷിദിനൊപ്പം ഒരുമിച്ച് പഠിച്ചതാണ്. അന്ന് സ്കൂളിലുണ്ടായ പ്രശ്നത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് കരുതുന്നത്. പരിക്ക് കാരണം അൻഷിദിന് ഓണപ്പരീക്ഷ എഴുതാൻ സാധിക്കില്ല. സംഭവം മാനസികമായി തളർത്തിയതായി അൻഷിദിൻ്റെ പിതാവ് തെച്ചിയോടൻ മുഹമ്മദ് പറഞ്ഞു. പിതാവിൻ്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുമരമ്പത്തൂർ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരത്തിന് തീപിടിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യത്തിനാണ് തീപിടിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. ഫയർഫോഴ്സ് വാഹനം എത്താനുള്ള റോഡിന്റെ സൗകര്യക്കുറവ് തീയണയ്ക്കുന്നതിൽ വെല്ലുവിളിയുണ്ടാക്കി. കുമരമ്പത്തൂർ ചുങ്കത്ത് പഞ്ചായത്തിന്റെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന MCF കെട്ടിടത്തിന്റെ സമീപം കൂട്ടിയിട്ട പ്ലാസ്റ്റിക് മാലിന്യത്തിനാണ് തീപിടിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. ഈ ഭാഗത്തേക്ക് റോഡിന് വീതി കുറവായതിനാൽ ഫയർഫോഴ്സിന്റെ വാഹനം എത്തിപ്പെടാൻ വൈകി. ഇതോടെ നാട്ടുകാർ രോഷാകുലരായി. മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെയാണ് ഫയർഫോഴ്സിന്റെ വാഹനം സ്ഥലത്ത് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയത്. വഴിയില്ലാത്തിടത്താണ് MCF സ്ഥാപിച്ചിരിക്കുന്നതെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. പഞ്ചായത്തിന്റെ തെമ്മാടിത്തരം തന്നെ ഇതിന് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ നാട്ടുകാരിൽ നിന്ന് മൊത്തം 50 ഉറുപ്പിക ഇത് വാങ്ങുന്നിട്ട് വീട്ടിലിട്ട് കത്തിച്ച ഇവർക്ക് ഭയങ്കര പ്രശ്നം. എന്നിട്ട് ഇവിടെ കൊടുന്നിട്ടിട്ട് കാണാം. പിന്നെ എങ്ങനെ ഇട്ടുകണം നോക്കിയോ നിങ്ങൾ? ഒരു മര്യാദ അല്ലാതെ ഒരു ഇതുമില്ല. കുറേ ബിൽഡിംഗ് കെട്ടി വെച്ചു. ഒന്നൊരു ഉത്തരവാദിത്തം അല്ലാതെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. എത്ര ജനങ്ങൾ ഇവിടെ 10-75 വീട് ഇവിടെ ഒരു കോളനിയാണ്. ഞങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നതാണ്. എന്നിട്ട് ഇതിപ്പോ വീട്ടിലിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷയം. അപ്പൊ ഇവിടെ കത്തിയപ്പോ ഒരു വിഷയമല്ല, ഇപ്പൊ അവർക്ക് ഒരു കുഴപ്പമില്ല. ഇതാണ് ഓരോ ഇത്. അതിന് ഓരെന്നെ ശരിയാക്കാല്ല. അപ്പൊ വേറെ ആരാ ശരിയാക്കണേ? ഇതില് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ ഇത് ഒരു വീട്ടിൽ കത്തിക്കുകയാണെങ്കിൽ അതിന് ഫൈൻ അടക്കണം. ഇതിപ്പോ പഞ്ചായത്ത് അതിന് ഫൈൻ അടക്കണ്ടേ? ഇതിപ്പോ ഇത് കത്തിയതിന് ഒരു ചെയ്യട്ടെ. ഓരോ പ്രസിഡന്റും വികസനകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഒരാഴ്ച ചെയ്യട്ടെ. ആവശ്യമായ ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെയാണ് ആയിരക്കണക്കിന് ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്തിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും സ്ഥലത്തെത്തി. തീപിടുത്തത്തിൽ ദുരൂഹതയുള്ളതായി പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിച്ചു. പെട്രോളിന്റെ മണം ഉള്ളതായും അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിന് പരാതി നൽകുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കാൻ പോകുന്ന MCF ഇന്ന് കത്തിയതായിട്ട് ഇവിടെ കണ്ടു. നമുക്കറിയാം, ഈ മഴക്കാലത്ത് ഇന്ന് മുഴുവൻ ഉച്ചവരെയും വലിയ ശക്തമായ മഴയാണ് നമ്മുടെ പ്രദേശത്തൊക്കെ ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി എന്ന നിലക്ക് പറയാനുള്ളത്. കാരണം ഈ ഒക്ടോബർ 2-ാം തീയതി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം മന്ത്രിയെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നടത്തണമെന്നാണ് ഞങ്ങൾ ഭരണസമിതി കഴിഞ്ഞ ബോഡി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സാമൂഹ്യ ദ്രോഹികളുടെ വലിയൊരു കടന്നുകയറ്റം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള സംശയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ ബന്ധപ്പെട്ട DYSPക്ക് പരാതി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയൊരു വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ MCF ഇവിടെ ഒക്ടോബർ 2-ാം തീയതി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാനും ദിവസങ്ങൾക്കകം തുടങ്ങാനിരിക്കുകയായിരുന്നു. ഇവിടെ വലിയ ഷെഡ് കെട്ടിയിട്ട് നമുക്കറിയാം, മാലിന്യ സംസ്കരണം എന്നുള്ളത് ഓരോ ഗ്രാമപഞ്ചായത്തിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയും വലിയൊരു സ്വപ്നമാണ്. MCF നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇതിൻ്റെ പൂർത്തീകരണം ഒക്ടോബർ 2-ാം തീയതി പൂർത്തീകരിക്കുകയും നമ്മുടെ വകുപ്പ് മന്ത്രിയെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യണമെന്ന് കഴിഞ്ഞ ഭരണസമിതി തീരുമാനം എടുത്തതാണ്. പക്ഷേ യാദൃശ്യമെന്ന് പറയട്ടെ, ഏതോ സാമൂഹ്യ ദ്രോഹികൾ ഇത് ഇവിടെ കത്തിച്ചതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ഏതായിരുന്നാലും മറ്റു അനിഷ്ട സംഭവങ്ങളും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ചെയ്യാവുന്ന എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ട പ്രൊജക്റ്റുകൾ വെക്കുകയും CCTV, അതേപോലെ തന്നെ ഇനി ഷെഡ് കെട്ടിയിട്ടുള്ള സംരക്ഷണം, അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റുള്ള ഇത് ഷോട്ടിംഗ് ചെയ്യുന്നതിന് വേണ്ട ഷോട്ടിംഗ് മെഷീനും മറ്റു കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് ഇത് കൃത്യമായി ഇവിടുന്ന് കയറ്റി അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇങ്ങനെ യാദൃശ്ചികമായൊരു സംഭവം ഉണ്ടായത്. ഏതായിരുന്നാലും ഒക്ടോബർ 2-ാം തീയതി തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തേണ്ടതുണ്ട്. അതിന് ആ ഒരു തീരുമാനം എങ്ങനെയാണോ എന്നറിയില്ല. ഏതായിരുന്നാലും ഇപ്പോൾ വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാത്ത വിധം ഇത് നമ്മളേതായാലും ഈ സ്ഥലത്ത് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെ ഈ മറ്റു കൃത്യമായ ഇടപെടലുള്ളതുകൊണ്ട് ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
അതേസമയം പഞ്ചായത്തിന്റെ അറിവോടെയാണ് മാലിന്യത്തിന് തീയിട്ടിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ശ്രീകൃഷ്ണപുരം ബാപ്പുജി പാർക്ക് മുഖം മിനുക്കുന്നു. നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് MLA. ചന്തപുര ടൗൺ വികസനത്തിനും 1 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു. ശ്രീകൃഷ്ണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക് നവീകരണത്തിനായി 2023-2024 ബജറ്റിൽ നീക്കിവെച്ച 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് കെ പ്രേംകുമാർ MLA നിർവഹിച്ചത്. ടൂറിസം മേഖലയ്ക്ക് നമ്മുടെ മണ്ഡലത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം കൊടുത്ത ഒന്നാണ് ബാപ്പുജി പാർക്കിനെ നമുക്ക് 1 കോടി അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത്. 1 കോടി രൂപയുടെ പ്രവൃത്തി കൂടി ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നതോടെ നല്ല നിലയിൽ നമുക്ക് സഞ്ചാരികളെയും കുട്ടികളെയും ഒക്കെ ആകർഷിക്കാൻ കഴിയുന്ന നല്ല അന്തരീക്ഷം ശ്രീകൃഷ്ണപുരത്തുണ്ടാകും. 2 കോടി രൂപ കൂടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ബജറ്റിൽ. അത് 24-25 വർഷത്തെ ബജറ്റിലാണ്. ആ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കരിമ്പുഴ പുഴയിലേക്ക് നടന്നു പോകാൻ പറ്റുന്ന നിലയിലുള്ള ഒരു നല്ല പാത്വേ, തുടർന്ന് അവിടെ ഒരു ഭാഗത്ത് പുഴയിലേക്ക് ഇറങ്ങാനും അവിടെ ബോട്ടിംഗ് നടത്താനും തിരിച്ച് പുഴയിൽ നിന്ന് വരാനും കഴിയുന്ന നിലയിലുള്ള ഒരു അന്തരീക്ഷം 2 കോടി രൂപ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രവൃത്തിയും ഏറെ വൈകാതെ തുടങ്ങാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബാപ്പുജി പാർക്ക് എന്ന് പറയുന്നത് പാർക്ക് എന്ന നിലയിൽ ഇവിടെ വന്നു പോവുക എന്നതിനപ്പുറത്ത് ഒരു കണക്ടിവിറ്റി, ഇതിന് തൊട്ടപ്പുറത്തുള്ള പ്രകൃതിയുടെ തന്നെ വരദാനമായിട്ടുള്ള പുഴയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു പ്രയാസങ്ങളില്ലാതെ, ഇപ്പൊ ബോട്ടിംഗ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് അതിന് ആ വെള്ളമെടുത്ത് കുടിവെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മളവിടെ അത് ശുദ്ധീകരിച്ച് കുടിവെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്കൊന്നും പ്രയാസമില്ലാതെ തന്നെ നമുക്ക് പെഡൽ ബോട്ട് ഉൾപ്പെടെ എങ്ങനെയൊക്കെ നമുക്ക് ടൂറിസത്തിന്റെ സാധ്യതകളെ പുഴയുമായി കൂടി ബന്ധപ്പെടുത്തി നടത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിന് സമയമെടുക്കും. പക്ഷെ ആ പ്രവൃത്തിയും നമുക്കിവിടെ പൂർത്തീകരിക്കാനും നാടിന് സമർപ്പിക്കാനും എല്ലാം സ്വാഭാവികമായും തുടർന്നുള്ള നാളുകളിൽ സാധിക്കും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. പ്രവേശന കവാടം, ഫെൻസിംഗ്, കെട്ടിടങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയുടെ നവീകരണങ്ങളടക്കം പാർക്കിന്റെ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. 2024-2025 ബജറ്റിൽ പാർക്ക് മുതൽ കരിമ്പുഴ പാലം വരെ നടപ്പാത, പുഴയോര സംരക്ഷണം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾക്കായി 2 കോടി രൂപയുടെ മറ്റൊരു പദ്ധതിയും അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ചന്തപുര ടൗൺ വികസനത്തിനായി 1 കോടിയുടെ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. പാർക്കിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ പദ്ധതികൾ ഏറെ പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷ. 2025 ഡിസംബറിനുള്ളിൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ചടങ്ങിൽ അധ്യക്ഷയായി. DTPC സെക്രട്ടറി SV സിൽബർട്ട് ജോസ്, പ്രൊജക്ട് എഞ്ചിനീയർ K റഷീദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സൈതാലി, ഗ്രാമപഞ്ചായത്ത് അംഗം MK ദ്വാരകാനാഥൻ എന്നിവർ സംസാരിച്ചു. തിരുവേഗപ്പുറയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട തിരുവേഗപ്പുറ തോട്ടത്തിൽ ശിവദാസന്റെ മൃതദേഹം കണ്ടെത്തി. ചൊവ്വാഴ്ച ഉച്ചയോടെ ഭാരതപ്പുഴയിലെ കുറ്റിപ്പുറത്തിനടുത്ത് പേരശന്നൂർ ഭാഗത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. 46 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെയാണ് തിരുവേഗപ്പുറ സ്വദേശി ശിവദാസൻ തൂതപ്പുഴയിലെ അമ്പലവട്ടം കടവിൽ കുളിക്കാനിറങ്ങിയത്. പിന്നീട് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. തുടർന്ന് പട്ടാമ്പി, ഷൊർണൂർ, കുന്നംകുളം, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന യൂണിറ്റുകളും സ്കൂബ ടീം, മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പുഴയിൽ പരിശോധന നടത്തുകയായിരുന്നു. മഴയും ശക്തമായ കുത്തൊഴുക്കും തിരച്ചിൽ പ്രവർത്തനങ്ങളെ ചെറിയ തോതിൽ ബാധിച്ചിരുന്നു. 4 ദിവസമായി പുഴയിൽ നടത്തിവന്ന തിരച്ചിലിനൊടുവിലാണ് പേരശന്നൂർ ഭാഗത്തു നിന്നും മൃതദേഹം ലഭിച്ചത്. കേരള സർക്കാർ പ്രഖ്യാപിച്ച ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീകൃഷ്ണപുരം മുന്നാഴിക്കുന്ന് കാരാട്ടുകുന്ന് അയ്യപ്പൻകാവ് റോഡ് നവീകരണം ആരംഭിച്ചു. നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ ഉൾപ്പെട്ട ഈ ഗ്രാമീണ റോഡിൽ 20 ലക്ഷം രൂപ വിനിയോഗിച്ച് റോഡിന്റെ ഇരുവശങ്ങളിലും ഐറിഷ് ഡ്രെയിൻ, സൈഡ് പ്രൊട്ടക്ഷൻ, കോൺക്രീറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വലിയ തോതിലുള്ള വികാസം, അത്ഭുതാപരമായ നിലയിലുള്ള വിസ്മയകരമായ മുന്നേറ്റം ഉണ്ടായത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ പ്രായോഗികമായി നടത്തിക്കൊടുക്കുകയാണ്. മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രാമീണ മേഖലയിൽ ഒട്ടേറെ റോഡുകൾ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ നാട്ടിൽ സാധ്യമാക്കുകയുണ്ട്. അതിന്റെ തുടർച്ചയിലാണ് ഗ്രാമീണ മേഖലയിലേക്കൊക്കെ പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുന്നത്. ജനകീയ ആസൂത്രണം വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലെ പല ബസ് സ്റ്റാൻഡുകളും ഉണ്ടാവില്ലായിരുന്നു. ചെറുപ്പശ്ശേരിയിൽ ബസ് സ്റ്റാൻഡ് ഇല്ലാതില്ല എനിക്ക് നമ്മൾ പറയുന്നത്.
പട്ടാമ്പിക്ക് പോകുന്ന ബസ് അവിടെ പട്ടാമ്പി റോഡിൽ നിർത്തും, ഒറ്റപ്പാലത്തേക്ക് പോകുന്ന ബസ് ഒറ്റപ്പാലം റോഡിൽ നിർത്തും, പാലക്കാട്ടേക്ക് പോകുന്ന ബസ് മെയിൻ റോഡിൽ ഇടയിൽ നിർത്തും. ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല ചെർപ്പളശ്ശേരി, ഇപ്പൊ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. 2 ബസ് സ്റ്റാൻഡ് ആയിരുന്നു ചെർപ്പളശ്ശേരി. ശ്രീരാമജയം LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ MK ദ്വാരകനാഥൻ, MK പ്രദീപ്, ആസൂത്രണ സമിതി അംഗം B രാജേഷ്, MK ദേവി എന്നിവർ സംസാരിച്ചു. KSKTU ശ്രീകൃഷ്ണപുരം വില്ലേജ് കമ്മിറ്റി പെൻഷൻകാരുടെ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു. KSKTU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി R ചിന്നക്കുട്ടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് നിലനിന്ന് ഇതെല്ലാം നിലനിന്ന് കാണണം. ഇപ്പൊ അവര് പറയാ കോൺഗ്രസുകാർ 2ാം പിണറായി സർക്കാർ പെൻഷൻ വർദ്ധിപ്പിച്ചില്ല. പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് KSKTU പരിപാടി സംഘടിപ്പിച്ചത്. ശ്രീകൃഷ്ണപുരം സംഗീതശില്പം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ AS മധു അധ്യക്ഷത വഹിച്ചു. KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ, V പ്രജീഷ് കുമാർ, M സുകുമാരൻ, MK പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ നോക്കാം. അലനല്ലൂർ ആശുപത്രിപ്പടിയിൽ പ്രവർത്തിക്കുന്ന സെലക്ഷൻ വെഡ്ഡിംഗ് സെന്ററിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സ്ഥാപനം വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറും ദിവസവും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് 1 ചാക്ക് അരിയും നൽകുന്നു. ഓണത്തോടനുബന്ധിച്ച് സെലക്ഷൻ വെഡ്ഡിംഗ് സെന്ററിൽ ഏറ്റവും പുതിയ കളക്ഷൻസാണ് ഒരുക്കിയിട്ടുള്ളത്. ഏതു പ്രായക്കാർക്കും അണിഞ്ഞൊരുങ്ങാനുള്ള എല്ലാത്തരം മോഡലുകളിലുള്ള വസ്ത്രങ്ങളും സ്ഥാപനത്തിലുണ്ട്. ആകർഷകമായ വിലക്കുറവും മറ്റനേകം ഓഫറുകളുമാണ് ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. ഓരോ ദിവസം 200 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരെ ഉൾപ്പെടുത്തി അന്നേ ദിവസം രാത്രി 7:30 നടക്കുന്ന നറുക്കെടുപ്പിൽ ഭാഗ്യശാലികൾക്ക് 1 ചാക്ക് അരി നൽകുന്നു. അതും ഡബിൾ മട്ട. കൗമാരക്കാരുടെ ട്രെൻഡിംഗ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. 239 രൂപയ്ക്ക് 3 കളർ മുണ്ട് ലഭ്യമാണ്. ഇതേ വിലയിൽ 3 ലെഗിൻസ് അല്ലെങ്കിൽ 3 സാരി പാവാടയും നൽകുന്നു. 999 രൂപയുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് 280 രൂപയ്ക്കും 580 രൂപ വിലയുള്ള ബ്ലാങ്കറ്റ് 280 രൂപയ്ക്കും സെലക്ഷനിൽ ലഭ്യമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ടീഷർട്ടുകൾ, ഇന്നർ വെയേഴ്സ്, ജീൻസ് ആൻഡ് കോട്ടൺ പാൻസ് എന്നിവയും ഇവിടെയുണ്ട്. മാക്സി, ചുരിദാർ, വിവിധതരം ടോപ്പുകൾ, സാരി, സെറ്റുമുണ്ട്, പർദ്ദ തുടങ്ങി സ്ത്രീകളുടെ മുഴുവൻ വസ്ത്രങ്ങളും സെലക്ഷനിലുണ്ട്. സാധാരണക്കാരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചുള്ള വിലയിൽ എല്ലാ വസ്ത്രങ്ങളും ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കുമരമ്പത്തൂർ ചുങ്കത്തെ സെലക്ഷൻ ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാൻസിയും, വെട്ടത്തൂരിലെ സെലക്ഷൻ ട്രേഡേഴ്സും, തിരുവിഴാക്കുന്നിലെ സെലക്ഷൻ ടെക്സ്റ്റൈൽസും, പെരിന്തൽമണ്ണയിലെ പീക്ക് വെഡ്ഡിംഗ് കളക്ഷനും, പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ പ്ലാനറ്റ് കേക്കിന് സമീപത്തുള്ള പോസ്റ്റ് ലോഞ്ച് ക്ലോത്തിംഗ് എന്നിവ സഹോദര സ്ഥാപനങ്ങളാണ്. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ഗുളിക്കടവ് ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. അട്ടപ്പാടിയിലെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.
മണ്ണാർക്കാട് ആസ്ഥാനമായി സ്ഥാപിച്ച അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 20ഓളം ബ്രാഞ്ചുകളുമായി 5 വർഷമായി ജൈത്രയാത്ര തുടരുകയാണ്. അട്ടപ്പാടി ഗുളിക്കടവിലെ UGSന്റെ പുതിയ ബ്രാഞ്ച് എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ മാത്രമല്ല, ലോകത്തിന്റെ സാമ്പത്തിക ഘടന തകർത്തിരിക്കുന്ന ഒരു കാലം. തളർന്നുപോയ സാമ്പത്തിക സംവിധാനത്തിൽ അതിന്റെ ഭാഗമായി കേരളത്തിലൊക്കെ പ്രതിസന്ധികളുണ്ട്. ആ സമയത്താണ് മണ്ണാർക്കാട് പട്ടണത്തിൽ ഈ അർബൻ ഗ്രാമീൺ സൊസൈറ്റി അന്ന് തുടക്കം കുറിക്കുന്നത്. കേവലം 4-5 കൊല്ലം കൊണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ 10-20 പരം ബ്രാഞ്ചുകൾ അദ്ദേഹത്തിന് ഈ ബിസിനസിന്റെ വികാസത്തിന്റെ ഭാഗമായി ഈ ബിസിനസ് വളർന്ന് ഈ മണ്ണാർക്കാട് താലൂക്കിന്റെ പരിസര പ്രദേശങ്ങളിൽ, തൃശ്ശൂർ ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ ഒക്കെ വ്യാപിച്ച് ഇന്നതിന്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുകയാണ്. UGS ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, അട്ടപ്പാടി ഇന്ന് പഴയ അട്ടപ്പാടിയല്ല, വികസനത്തിന്റെ പാതയിലാണ്. വികസനം വളരെയധികം ഇവിടെ ഗൂളിക്കടവിലാണെങ്കിലും അട്ടപ്പാടിയിലാണെങ്കിലും അഗളിയിലാണെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന അട്ടപ്പാടിയിലാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ബ്രാഞ്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രാഞ്ചിൽ നമുക്കറിയാം, ഒരു കാർഷിക മേഖലയാണ് അട്ടപ്പാടി എന്ന് പറയുന്നത്. ഈ കാർഷിക മേഖലയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ലോണുകളും നിക്ഷേപങ്ങളൊക്കെയാണ് ഇവിടെ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 4% മുതൽ 7%, അതുപോലെ 11.85% ഒക്കെ ഉള്ള ഗോൾഡ് ലോണുകൾ ഇന്ന് കാർഷിക വൃത്തിക്ക് ആവശ്യമായ, അല്ലെങ്കിൽ കാർഷിക മേഖലയെ അല്ലെങ്കിൽ ചെറുകിട വ്യാപാര മേഖലയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഗോൾഡ് ലോണുകൾ ഞങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതുപോലെ ഗോൾഡിന്റെ മാർക്കറ്റ് റേറ്റിന്റെ ഏകദേശം 90% എന്ന് തന്നെ നമുക്ക് പറയാം ഇന്ന് ഞങ്ങൾ ഗോൾഡ് ലോൺ ആയിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 പവന് 2 ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ കച്ചവടക്കാരെ സഹായിക്കാനായി, കച്ചവടക്കാരെയും അതുപോലെ സ്വയം തൊഴിൽ സംരംഭകരെയൊക്കെ സഹായിക്കാനായിട്ട് ഞങ്ങൾ ഡെയിലി തവണ വ്യവസ്ഥയിൽ തിരിച്ചടവ് എന്നുള്ള രീതിയിൽ കച്ചവടക്കാർക്ക് മാത്രം ദിവസത്തവണ വ്യവസ്ഥയിൽ തിരിച്ചടയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു ലോണ് 2 പവന് 2 ലക്ഷം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ചടങ്ങിൽ അട്ടപ്പാടിയുടെ ശബ്ദം ജനകീയമാക്കിയ ദേശീയ അവാർഡ് ജേതാവ് അട്ടപ്പാടിയുടെ വാനമ്പാടി നഞ്ചിയമ്മ ലോക്കർ റൂം ഉദ്ഘാടനം ചെയ്തു. Kalakata sanana mera bagubaga puturko puparika pogida movi mena te pakilamo la la le la le la le la le la le la la le la la le la le la le la le la le la la le Kalakata sanana mera bagubaga puturko puparika pogida movi mena te pakilamo la la le la le la le la le la le la la le അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക ലക്ഷ്മണൻ ക്യാഷ് കൗണ്ടർ ഉദ്ഘാടനവും കേന്ദ്ര ക്വാളിറ്റി കൗൺസിൽ അംഗം വർഗീസ് കുര്യൻ ആദ്യ നിക്ഷേപ സ്വീകരണവും നടത്തി. UGS ബ്രാഞ്ച് മാനേജർ നിഖിൽ ജോൺ സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഈശ്വരി രേശൻ, പഞ്ചായത്ത് അംഗം കണ്ണമ്മ, CPM ഏരിയ സെക്രട്ടറി CP ബാബു, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഷിബു സിറിയക്ക്, CPI മണ്ഡലം സെക്രട്ടറി D രവി, BJP ജില്ലാ സെക്രട്ടറി PG ഗോപകുമാർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് VM ലത്തീഫ്, MR സത്യൻ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് സാംസൺ, UGS ഡയറക്ടർ അഭിലാഷ്, PRO ശ്യാംകുമാർ, ഓപ്പറേഷൻ മാനേജർ രാജീവ്, സെയിൽസ് മാനേജർമാരായ ശാസ്ത്രപ്രസാദ്, ഷമീർ അലി, ഓഡിറ്റർ ഫൈസൽ അലി, റിക്കവറി ഓഫീസർ ശിവദാസൻ, വിവിധ ബ്രാഞ്ച് മാനേജർമാർ, UGS സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഷോർട്ട് ന്യൂസ്.
മണ്ണാർക്കാട് തച്ചമ്പാറ മുതുകുരിശി സ്കൂളിന് സമീപത്തുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ അമ്പലപ്പാടി സ്വദേശി ശങ്കരനാരായണന് കടിയേറ്റു. നടന്നു പോകുന്നതിനിടെ പുറകിലൂടെയായിരുന്നു ആക്രമണം. കാലിന് കടിയേറ്റ ശങ്കരനാരായണൻ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റവന്യൂ രേഖകൾ ഇനി ATM കാർഡ് രൂപത്തിലേക്ക്. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ കാർഡ് നൽകുമെന്ന മന്ത്രി കെ രാജൻ. 10 വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ കാർഡ് ഉപയോഗിച്ച് നടത്താനാകുമെന്നും മന്ത്രി. പട്ടാമ്പി മണ്ഡലത്തിലെ തകർന്ന റോഡുകൾ മഴ വിട്ടുനിൽക്കുന്നതോടെ ഗതാഗത യോഗ്യമാക്കുമെന്ന മുഹമ്മദ് മോസിൻ MLA. ടൗൺ നവീകരണവും മഴ വിട്ടുനിന്നാൽ പുനരാരംഭിക്കും. ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് MLA. മതത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന നിലപാടാണ് മോദി സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മുൻമന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടി. ജനങ്ങൾ ഇത് തിരിച്ചറിയാൻ വൈകിപ്പോകുന്നു എന്നത് ഖേദകരമെന്നും പാലൊളി. തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടി കുളക്കാട്ടുകാർ. കഴിഞ്ഞ ദിവസം വീട്ടമ്മ ഉൾപ്പെടെ 6 പേർക്ക് തെരുവുനായ്ക്കളുടെ കടിയേറ്റു. കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ തെരുവുനായ്ക്കൾ ഭീഷണി. സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിക്കാൻ പോയ 17-കാരനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. സംഭവം വണ്ടൂർ അയനിക്കോട്. പിതാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. തിരുവേഗപ്പുറയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാളുടെ മൃതദേഹം കിട്ടി. 46-കാരനായ തോട്ടത്തിൽ ശിവദാസനാണ്. ഭാരതപ്പുഴയിലെ പേരശന്നൂർ ഭാഗത്ത് നിന്നാണ് മൃതദേഹം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.